ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററിലെ 5ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിലെ 5ാമത്തെ വീഡിയോ. കഴിഞ്ഞ ദിവസം നമ്മൾ സൈൻ എന്താണ്, കോസ് എന്താണെന്ന് പറഞ്ഞു. സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ സൈഡ് ബൈ ഹൈപ്പോട്യൂസ്, കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്യൂസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അത് അതിന്റെ പ്രത്യേകതയൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അതുപോലെ സൈൻ 45 കോസ് 45 അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തിയിരുന്നു. ഇന്ന് ഫൈൻഡ് അതർ സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ. കുറച്ച് റൈറ്റ് ട്രയാങ്കിൾസ് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ അതർ സൈഡ്സ് കണ്ടുപിടിക്കണം. ടേബിൾ ഒക്കെ ഉപയോഗിച്ച് ചെയ്യേണ്ടതാണ്. ഇപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ABC എന്ന ട്രയാങ്കിളില് ആംഗിൾ 50 ഡിഗ്രി ആണ്. ഹൈപ്പോട്ന്യൂസ് 50 സെന്റിമീറ്റർ എന്നറിയാം, 10 സെന്റിമീറ്റർ എന്നറിയാം. ഫൈൻഡ് അതർ സൈഡ്സ്. അതർ സൈഡ്സ് പറഞ്ഞാൽ കണ്ടുപിടിക്കണം. AB കാണണം, BC കാണണം. അപ്പോൾ ഒരു സൈഡും ഒരു ആംഗിളും അറിയാമെങ്കിൽ ബാക്കി സൈഡ്സ് നമ്മൾ കണ്ടുപിടിക്കുകയാണ് റൈറ്റ് ട്രയാങ്കിളിന്റെ. അപ്പൊ ഹൈപ്പോട്ന്യൂസ് അറിയാം. അപ്പൊ നോക്കിക്കേ, എ എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് BC. ഹൈപ്പോട്ന്യൂസ് നമുക്കറിയാം. ഓപ്പോസിറ്റിനെയും ഹൈപ്പോട്ന്യൂസിനെയും കളക്ട് ചെയ്യുന്ന റേഷ്യോ ഏതാ? സൈൻ. അപ്പൊ സൈൻ 50 നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ സൈൻ 50 എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കേണ്ട സൈഡായ BC ബൈ ഹൈപ്പോട്ന്യൂസ് 10. അപ്പോ സൈൻ 50 ഈസ് ഈക്വൽ ടു BC ബൈ 10. ഓപ്പോസിറ്റ് സൈഡിനെ, അതായത് 50 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഈ സൈൻ 50 എത്രയാണെന്ന് നമുക്ക് ടേബിളിൽ, ടെക്സ്റ്റ് ബുക്കിൽ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ആ ടേബിളിൽ നിന്ന് വാല്യൂ നോക്കണം. അപ്പൊ ഇവിടെ നമുക്ക് BC എന്ന് പറയുന്നത് 10 ഇൻറ്റു സൈൻ, ഡിവൈഡ് ചെയ്യാൻ നമ്മൾ എപ്പോഴും വരുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാനാവും. അപ്പൊ BC ഈക്വൽ ടു 10 ഇൻറ്റു സൈൻ 50. അപ്പോൾ 10 ഇൻറ്റു സൈൻ 50യുടെ വാല്യൂ നമുക്ക് ടേബിളിൽ കിട്ടും 0.766. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7.66. അപ്പോൾ BCയുടെ നീളം കിട്ടി. ഇനി AB കണ്ടുപിടിക്കണമെങ്കിലോ, ഹൈപ്പോട്ന്യൂസ് അറിയാം, അഡ്ജസൻറ്റ് സൈഡ് കണ്ടുപിടിക്കണം. അപ്പൊ ഏത് റേഷ്യോ എടുക്കണം? അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ന്യൂസ് ഉണ്ട്, കോസ്. അപ്പൊ കോസ് 50 ഈക്വൽ ടു അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ന്യൂസ്. അഡ്ജസൻറ്റ് എന്ന് പറഞ്ഞാൽ AB ആണ്, ഹൈപ്പോട്ന്യൂസ് 10 ആണ്. അപ്പൊ AB ബൈ 10. അപ്പൊ കോസ് 50 AB ബൈ 10. അപ്പൊ AB എന്ത് വരാം? 10 ഇൻറ്റു കോസ് 50. AB ഈക്വൽ ടു 10 ഇൻറ്റു കോസ് 50. ദാറ്റ് ഈസ് 10 ഇൻറ്റു കോസ് 50യുടെ വാല്യൂ ടേബിളിൽ നമ്മൾ നോക്കിയെടുക്കുക. 0.6428. പരീക്ഷയ്ക്കാണ് ഏറ്റവും വാല്യൂ തരും. അപ്പൊ 6.10 കൊണ്ട് മൾട്ടിപ്ലൈ ഒരു ഡെസിമൽ പ്ലേസ് റൈറ്റിലേക്ക് മാറ്റിയാൽ മതി. 6.428 സെന്റിമീറ്റർ. ക്ലിയർ ആയോ? അതായത് എപ്പോഴും ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ന്യൂസ് ഇൻറ്റു സൈൻ ഓഫ് ദി ആംഗിൾ ആയിരിക്കും. അഡ്ജസൻറ്റ് സൈഡ് ആണ് ഹൈപ്പോട്ന്യൂസ് ഇൻറ്റു കോസ് ഓഫ് ദി ആംഗിൾ ആയിരിക്കും. വേറെ ഒരു എക്സാമ്പിൾ നോക്കാം. മറ്റൊരു എക്സാമ്പിള്, വൺ ആംഗിൾ 20 എന്ന് പറഞ്ഞിട്ടുണ്ട്, ഹൈപ്പോട്ന്യൂസ് 18 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് അതർ സൈഡ്സ്. അപ്പൊ ആദ്യം ഓപ്പോസിറ്റ് സൈഡ് QR കണ്ടുപിടിക്കണം. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് കാണാൻ എന്താന്ന് പറഞ്ഞേ, സൈൻ എടുക്കണം. അപ്പൊ സൈൻ 20 ഈസ് ഈക്വൽ ടു QR ബൈ 18. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് QR ആണ്, ഹൈപ്പോട്ന്യൂസ് 18 ആണ്. അപ്പൊ സൈൻ 20 ഈസ് ഈക്വൽ ടു QR ബൈ 18. അപ്പൊ QR കാണാൻ എന്ത് ചെയ്യണം? 18 ഇൻറ്റു സൈൻ 20. അപ്പോ 18, അതായത് ഹൈപ്പോട്ന്യൂസ് ഇൻറ്റു സൈൻ ഓഫ് ദി ആംഗിൾ ഈസ് ഓപ്പോസിറ്റ് സൈഡ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സൈൻ 20യുടെ വാല്യൂ 0.3420 ആണ്. അപ്പൊ 18ഉം 3420 കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് 4 ഡെസിമൽ പ്ലേസ്, അല്ലെങ്കിൽ 18ഉം 342 കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് 3 ഡെസിമൽ പ്ലേസ് കൊടുത്താൽ മതി. അപ്പൊ 6.156 മീറ്റർ ആണ് ഏതാ ഇവിടെ QR എന്ന് പറയുന്നത്. ഇനി അതുപോലെ PQ കണ്ടുപിടിക്കണമെങ്കിലോ, PQ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ആണ്, ഹൈപ്പോട്ന്യൂസ് അറിയാം. അപ്പൊ അഡ്ജസൻറ്റ് ഹൈപ്പോട്ന്യൂസ് ഏത് റേഷ്യോ? കോസ്. അപ്പൊ കോസ് 20 ഈസ് ഈക്വൽ ടു PQ, അത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. PQ ബൈ 18. അപ്പൊ PQ എന്ന് പറയുന്നത് 18 ഇൻറ്റു കോസ് 20. അപ്പൊ കോസ് 20 ഈസ് ഈക്വൽ ടു PQ ബൈ 18. PQ ഈസ് ഈക്വൽ ടു 18 ഇൻറ്റു കോസ് 20. അപ്പൊ എന്ത് കിട്ടും? 18 ഒരു കോസ് 20യുടെ വാല്യൂ 0.9397 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 16.9146 മീറ്റർ ആണ് ഏത് PQന്റെ നീളം. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ ഒരു സൈഡും ഹൈപ്പോട്ന്യൂസ് വന്നു, മറ്റു 2 സൈഡ് കണ്ടുപിടിച്ചു. വേറെ എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് ദി ഏരിയ. ഏരിയ ആണ് നമ്മൾ നേരത്തെ 45, 90, 45, 30, 60 ഒക്കെ ആംഗിൾസ് ഉള്ള ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ മറ്റ് ആംഗിൾസ് വന്നാൽ ഏരിയ കണ്ടുപിടിക്കുന്ന രീതിയാണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ സൈഡ് 12 എന്നും ഈ സൈഡ് 13 എന്നും തന്നിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ 57 എന്നും തന്നിട്ടുണ്ട്. അപ്പൊ 2 സൈഡും അതിന്റെ ഇടയ്ക്കുള്ള ആംഗിളും ആണ് അറിയാവുന്നത്. നമുക്ക് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ ഉണ്ടെങ്കിലാ ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് 12 ആണ്, ഹൈറ്റ് തന്നിട്ടില്ല. അപ്പൊ ഹൈറ്റ് നമ്മൾ വരയ്ക്കും. അപ്പൊ ഹൈറ്റ് വരച്ചപ്പോൾ കണ്ടോ അവിടെ റൈറ്റ് ട്രയാങ്കിൾ വന്നു. ആ റൈറ്റ് ട്രയാങ്കിളിൽ 57 ഓപ്പോസിറ്റ് സൈഡാണ് H എന്ന് പറയുന്നത്. ഹൈപ്പോട്ന്യൂസ് അറിയാം. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് കാണാൻ ഹൈപ്പോട്ന്യൂസ് ഇൻറ്റു സൈൻ ഓഫ് ദി ആംഗിൾ, അല്ലെങ്കിൽ സൈൻ 57 എന്ന് പറഞ്ഞാൽ H ബൈ 13.
ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ന്യൂസ്. അത് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എഴുതാം. h is equal to hypotenuse into sin 57. അപ്പോൾ 13 into sin 57. sin 57 വാല്യൂ ടേബിളിൽ നിന്ന് എടുക്കുക. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ബി എച്ച് ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറഞ്ഞാൽ 12, എച്ച് ഇപ്പോൾ കണ്ടുപിടിച്ചത്ര 13 sin 57. അത് ലാസ്റ്റ് വാല്യൂ കൊടുത്താൽ മതി. അപ്പോൾ ഹാഫ് ഇൻറ്റു 12 ഇൻറ്റു 13 ഇൻറ്റു 5 sin 50. എപ്പോഴും അത് ക്ലിയർ ആയിട്ട് വളരെ ഷോർട്ട് കട്ട് ആണ് കേട്ടോ. രണ്ട് സൈഡ്സ് ആണ് 12 30. അപ്പോൾ ഹാഫ് ഇൻറ്റു 12 ഇൻറ്റു 13 പ്രോഡക്റ്റ് ഓഫ് ദി സൈഡ് ഇൻറ്റു സൈൻ ഓഫ് ദി ഇൻക്ലൂഡഡ് ആംഗിൾ. ഇപ്പോൾ ഡയറക്റ്റ് വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം, എച്ച് കണ്ടുപിടിച്ചും ചെയ്യാം. അപ്പോൾ ഹാഫ് ഇൻറ്റു 12 എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു 13 മൾട്ടിപ്ലൈ ചെയ്യുക ഇൻറ്റു സൈൻ 57 വാല്യൂ കൊടുക്കുക. അപ്പോൾ 6 ഇൻറ്റു 13 0.8387 കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 65.4186 സ്ക്വയർ യൂണിറ്റ് എന്ന് നമുക്ക് കിട്ടി ഈ ഏരിയ. ക്ലിയർ ആയ പറഞ്ഞത്? അപ്പൊ എച്ച് എന്ന് പറയുന്നത് 13 ഇൻറ്റു സൈൻ 57. അപ്പൊ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു 12 ഇൻറ്റു 13 ഇൻറ്റു സൈൻ 57. അതായത് ഹാഫ് ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ് ദി സൈഡ് ഇൻറ്റു സൈൻ ഓഫ് ദി ഇൻക്ലൂഡഡ് ആംഗിൾ. അതാണ് അതിന്റെ എളുപ്പവഴി. അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ. മറ്റൊരു ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാംഗിൾ ആണ്. ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാംഗിളിൽ ഇവിടെ രണ്ട് സൈഡ്സ് അറിയാം, 8 ഉം 6 ഉം. അതിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ 125 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വേണം? ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ ആണെങ്കിൽ ഹൈറ്റ് വേണം. ഹൈറ്റ് വരയ്ക്കുന്നത് ഓപ്പോസിറ്റ് വെർട്ടെക്സ് ചെയ്ത് വേണം. ഇവിടെ നിന്ന് ഹൈറ്റ് വരയ്ക്കാൻ ഇങ്ങനെ വരയ്ക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഈ സൈഡും കൂടെ നീട്ടിയിട്ട് ഇങ്ങനെ പെർപെൻഡിക്കുലർ വരയ്ക്കണം. അപ്പൊ എന്ത് വരും നോക്കിയേ, ഇതാണ് എച്ച്. അപ്പോ നോക്കിക്കേ, ഇവിടെ ഒരു റൈറ്റ് ട്രയാംഗിൾ ഫോം ചെയ്തിട്ടുണ്ട്. ആ റൈറ്റ് ട്രയാംഗിളിൽ ഇത് 125 ആയതുകൊണ്ട് 180 125 കുറച്ചാൽ 55 കിട്ടും. അപ്പൊ ഈ ആംഗിൾ 55. അപ്പൊ ഒരു ആംഗിൾ 55 അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്. അപ്പൊ ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാംഗിൾ തന്നാൽ 180 കുറച്ച ആംഗിൾ ആണ് വരിക. 180 കുറച്ചാൽ 55 വരും. 55യുടെ ഓപ്പോസിറ്റ് സൈഡാണ് എച്ച്. ഹൈപ്പോട്ന്യൂസ് ആണ് നമുക്കറിയാവുന്നത്. അപ്പോൾ ഓപ്പോസിറ്റും ഹൈപ്പോട്ന്യൂസും എന്താണ്? സൈൻ 55. അപ്പോൾ സൈൻ 55 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ആയ എച്ച് ബൈ 6 എന്ന് കിട്ടും. അപ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു സൈൻ 55. അതായത് എച്ച് എപ്പോഴും ഹൈപ്പോട്ന്യൂസ് ഇൻറ്റു സൈൻ ഓഫ് ദി ഓപ്പോസിറ്റ് ആംഗിൾ ആയിരിക്കും. അപ്പോൾ ഹൈപ്പോട്ന്യൂസ് ഇൻറ്റു സൈൻ 55 അതാണ് എച്ച്. അപ്പോൾ ഇവിടെ ഏരിയ നോക്കാൻ ഈ ഹാഫ് ബി എച്ച് എന്നാണ് ഫോർമുല. അപ്പോൾ ഹാഫ് ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ 8 എത്ര ഉള്ളൂ? 8. ഹൈറ്റ് ഇതാണ്. ഹൈറ്റ് എന്ന് പറയുന്നത് 6 sin 55. അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അത് തന്നെയാണ് ഫോർമുല. കണ്ടോ? ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു 6. കണ്ടോ? സൈൻ ഓഫ് ദി ഇവിടെ ഇൻക്ലൂഡഡ് ആംഗിൾ മോർ ദാൻ 90 ആയതുകൊണ്ട് 180 കുറച്ച് ആംഗിൾ എടുക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു 6 ഇൻറ്റു സൈൻ 55. അപ്പോൾ മോർ ദാൻ 190 ആംഗിൾ ഒബ്റ്റ്യൂസ് ആംഗിൾ ആണെങ്കിൽ 180 ആംഗിൾ കുറച്ച് കിട്ടുന്ന ആംഗിളാണ് ഉപയോഗിക്കുക. കാരണം 0 to 90 ആണ് നമുക്ക് സൈൻ വാല്യൂ കോസ് വാല്യൂ ഉള്ളൂ. അപ്പോൾ 180 കുറച്ച് ആംഗിൾ എടുക്കുക. അതാണ് അതിന്റെ എളുപ്പവഴി. ഇപ്പോൾ ഹാഫ് ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ് ദി സൈഡ് ഇൻറ്റു സൈൻ ഓഫ് ദി ഇൻക്ലൂഡ് ആംഗിൾ 180 കുറച്ച് ആംഗിൾ. അപ്പോൾ ഇതിന്റെ വാല്യൂസ് ഈ ടേബിളിൽ നിന്ന് എടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 19.66 സ്ക്വയർ യൂണിറ്റ് എന്ന് കിട്ടും. ക്ലിയർ ആയ പറഞ്ഞത്? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. The length of two sides of a triangle are 8 cm and 10 cm. ഒരു ട്രയാംഗിളിന്റെ രണ്ട് സൈഡ്സ് 8 ഉം 10 ഉം. And the angle between them is 40 degree. What is its area? What is the area when the angle is 140 degree? അപ്പോൾ ആംഗിള് 40 ഡിഗ്രി ആണ്. 8 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ ആണ് രണ്ട് സൈഡ്. അങ്ങനെയാണ് ഏരിയ എന്ത്? ഈ ആംഗിൾ 40ക്ക് വരും 140 ആയാൽ ഏരിയ എന്താ? അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ആദ്യത്തെ കേസ് നമുക്ക് എടുക്കാം. ഫസ്റ്റ് കേസ് ഇതാണ്. ഒരു ട്രയാംഗിള്, അതിന് രണ്ട് സൈഡ്സ് 10 ഉം 8 ഉം. അതിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ 40 ആണ്. വാട്ട് ഈസ് ഇറ്റ്സ് ഏരിയ? നമ്മളിപ്പോൾ ചെയ്തതാണ്. എങ്ങനെയാണ്? ഏരിയ ആണെങ്കിൽ ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് വേണം. അപ്പൊ ഹൈറ്റ് വരയ്ക്കണം. അപ്പൊ ഹൈറ്റ് വരയ്ക്കാം. അപ്പൊ എച്ച്. അപ്പൊ റൈറ്റ് ട്രയാംഗിൾ വന്നു. റൈറ്റ് ട്രയാംഗിൾ വന്നപ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഹൈറ്റ്. ഹൈപ്പോട്ന്യൂസ് അറിയാം. അപ്പോ എച്ച് ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ന്യൂസ് ഇൻറ്റു സൈൻ ഓഫ് ദി ഓപ്പോസിറ്റ് ആംഗിൾ. അങ്ങനെ ഡയറക്റ്റ് എഴുതാം. എച്ച് ഇസ് ഈക്വൽ ടു 8 ഇൻറ്റു സൈൻ 40 ഡയറക്റ്റ് എഴുതാം. ഹൈപ്പോട്ന്യൂസ് ഇൻറ്റു സൈൻ ഓഫ് ദി ഓപ്പോസിറ്റ് ആംഗിൾ ആയിരിക്കും എപ്പോഴും എച്ച്. ഇനി ബേസ് 10 ആണ്. അപ്പൊ ഏരിയ ആണ് ഹാഫ് ബേസ് ഇൻറ്റു 10 കേട്ടോ. ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 8 കണ്ടോ ഇൻറ്റു സൈൻ 40. അതായത് 8 സൈൻ 40 എന്ന് പറഞ്ഞാണ് എച്ച് 10 ബേസ്. അപ്പൊ ഹാഫ് ഇൻറ്റു അതിന്റെ ഷോർട്ട് കട്ടാണ്. ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 8 ഇൻറ്റു സൈൻ ഓഫ് ദി ഇൻക്ലൂഡഡ് ആംഗിൾ. അപ്പോൾ ഹാഫ് ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 8 40 ഇൻറ്റു സൈൻ 40യുടെ വാല്യൂ 0.6428.
അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 25.712 സെന്റിമീറ്റർ സ്ക്വയർ കിട്ടും. ക്ലിയർ ആയ പറഞ്ഞത്? ഓക്കെ, ഇതിന്റെ സെക്കൻഡ് പാർട്ട് നോക്കിയേ. വാട്ട് ഈസ് ദി ഏരിയ വെൻ ദി ആംഗിൾ ഈസ് 140? ഇത് 140 ഡിഗ്രിയാണ്, ഇത് 40 ആയിരുന്നു. ഇവിടെ നോക്കിയാൽ 140 കൂടെ ആഡ് ചെയ്താൽ 180 കിട്ടും. അപ്പൊ നമുക്ക് ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാംഗിൾ ആയതുകൊണ്ട് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഹൈറ്റ് എന്ന് പറയുന്നത് വരയ്ക്കുമ്പോൾ ഈ 140 ഡിഗ്രി 180 കുറച്ചുള്ള ആംഗിൾ ആയിരിക്കും ഇവിടെ വരിക. അതായത് ഈ ആംഗിൾ 40, 180 40 കുറച്ചാൽ കിട്ടുന്നത് 140 കുറച്ചാൽ കിട്ടുന്നത് 40. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണ് എച്ച്. അപ്പൊ എച്ച് കാണാൻ എന്ത് ചെയ്താൽ മതി? 8 × sin 40 തന്നെ വരും. എച്ച് ഇസ് ഈക്വൽ ടു 8 × sin 40. ഹൈറ്റ് ഇവിടെ അത് തന്നെയായിരുന്നു, 8 × sin 40 ആയിരുന്നു എച്ച്. കണ്ടോ, ഇവിടെ എച്ച് അത് തന്നെ. ബേസിന് വ്യത്യാസം ഉണ്ടോ? ബേസ് ഇവിടെ 10 ആണ്, ഹൈറ്റും സെയിം ആണ്. ബേസും ഹൈറ്റും സെയിം ആണെങ്കിൽ ഏരിയക്ക് വ്യത്യാസം ഉണ്ടാവോ? ഏരിയ ഹാഫ് ബേസിന്റെ ഹൈറ്റ്. അപ്പൊ എന്താ വരും? ഹാഫ് ഇൻറ്റു 10 × 8 sin 40. അതായത് ഇത് മോർ ദാൻ 90 ആണെങ്കിൽ 180 കുറച്ച് ആംഗിൾ ഉപയോഗിക്കണം, വേറെ വ്യത്യാസമൊന്നുമില്ല. 10ഉം 8ഉം ഹാഫ് ഇൻറ്റു 10 × 8 × sin ഓഫ് ദി 180 മൈനസ് ദാറ്റ് ആംഗിൾ. അപ്പോൾ ഇത് sin 40 0.6428 ഇത് തന്നെയാണ്. അപ്പോൾ ഇവിടെ വാല്യൂസ് വേറെ കൊടുക്കേണ്ടത് ഇത് തന്നെയാണ് അവിടെ വരുന്നത്. അപ്പോൾ ഹാഫ് 5 × 8 × 0.6428, അപ്പോൾ 25.712 തന്നെയാണ് ഈ ട്രയാങ്കിൾ. അതായത് ഈ രണ്ട് ട്രയാങ്കിളിലും ഒരേ ഏരിയയാണ്, കാരണം ഒരേ ഹൈറ്റ് ആണ്, രണ്ടിനും ഒരേ ബേസ് ആണ്. അതായത് ഈ രണ്ട് ആംഗിൾസിന്റെ സം 180 ആണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയ സെയിം ആയിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ വ്യത്യാസം വരും. ഇത് 140, ഇത് 40, 140 കൂടി ആഡ് ചെയ്ത് 180 ആണ്. അപ്പോൾ ഇത് രണ്ടും ഒരേ ഏരിയ ഉള്ള ട്രയാങ്കിൾ ആണ്. ക്ലിയർ ആയി പറഞ്ഞത്? ആ കമ്പാരിസണിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് ചോദ്യം ഒരുമിച്ച് വെച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ടെക്സ്റ്റ് ബുക്കിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ദി ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് എ റോംബസ് ഈസ് 5 cm ആൻഡ് വൺ ഓഫ് ദി ആംഗിൾ ഈസ് 100 ഡിഗ്രി. ഫൈൻഡ് ഇറ്റ്സ് ഏരിയ. ഒരു റോംബസിന്റെ ഒരു സൈഡ് 5 cm ആണ്, ഒരു ആംഗിൾ 100 ആണ്. ഫൈൻഡ് ഇറ്റ്സ് ഏരിയ. അപ്പോൾ നോക്കിയാൽ റോംബസ് എന്ന് പറഞ്ഞ ഒരു പാരലോഗ്രാം തന്നെയാണ് അല്ലെ? എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള പാരലോഗ്രാമാണ് റോംബസ്. അപ്പോൾ ഒരു സൈഡ് 5 ആണ്, എല്ലാ സൈഡും എത്ര തന്നെയായിരിക്കും? 5 തന്നെയായിരിക്കും. അപ്പോൾ ഒരു റോംബസ് ഓൾ സൈഡ്സ് 5 ആണ്. അപ്പൊ എല്ലാ സൈഡ്സും 5 ആണ്. കൂടാതെ ഇതിന്റെ പ്രത്യേകത ഇതൊരു പാരലോഗ്രാം ആണ്. റോംബസ് ഈസ് എ പാരലോഗ്രാം വിത്ത് ഓൾ സൈഡ്സ് ഈക്വൽ. അപ്പോ അഡ്ജസന്റ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്, അഡ്ജസന്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആയിരിക്കും. അതായത് അഡ്ജസന്റ് ആംഗിൾസിന്റെ സം 180 ആയിരിക്കും. അതായത് കാരണം ഇത് രണ്ട് പാരലൽ സൈഡ്, ഇത് ട്രാൻസ്വേഴ്സൽ ലൈൻ, കോ ഇന്റീരിയർ ആംഗിൾസ് പറയും. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ സം എപ്പോഴും 180 ആണ്. അപ്പൊ ഇത് 100 ആണ്, 180 100 കുറച്ച് 80 ഇത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഓൾട്ടിറ്റ്യൂഡ് ഇവിടെ വരച്ചാൽ മതി. അപ്പോൾ ഇതേ ഓൾട്ടിറ്റ്യൂഡ് വരച്ചു കണ്ട. അപ്പോൾ ഇത് 80 ഡിഗ്രി, അതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് എച്ച്. ഹൈപ്പോട്ന്യൂസ് അറിയാം. അപ്പോൾ എച്ച് ആദ്യത്തെ പോലെ കണ്ടുപിടിക്കണം. എച്ച് എന്ന് പറയുന്നത് ഹൈപ്പോട്ന്യൂസ് ഇൻറ്റു സൈൻ ഓഫ് ദി ആംഗിൾ. അപ്പോൾ എച്ച് എന്ന് പറയുന്നത് 5 sin 80 ആണ്. ഹൈപ്പോട്ന്യൂസ് 5 ആണ്, ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആയതുകൊണ്ട് എച്ച് ഇസ് ഈക്വൽ ടു 5 × സൈൻ ഓഫ് ദി ആംഗിൾ. അപ്പോൾ 5 × sin 80 ആണ് എച്ച്. അപ്പൊ ഏരിയ എന്ന് പറയുന്ന പാരലോഗ്രാമിന്റെ ഏരിയയുടെ ഫോർമുല തന്നെ ഉപയോഗിച്ചാൽ മതി. എന്താണ്? BH. ഒരു സൈഡും അതിലേക്കുള്ള ഓൾട്ടിറ്റ്യൂഡും കിട്ടിക്കഴിഞ്ഞാൽ പാരലോഗ്രാമിന്റെ ഏരിയ BH ആണ്. അപ്പൊ റോംബസിന്റെ ഏരിയ അത് തന്നെ BH തന്നെ. 5 × പിന്നെ 5 sin 80. അപ്പൊ ഏരിയ എന്ന് പറയുന്നത് 5 × 5 sin 80. അതായത് രണ്ട് സൈഡിന്റെ പ്രോഡക്റ്റ് ഇൻറ്റു സൈൻ ഓഫ് ദി ഇൻക്ലൂഡഡ് ആംഗിൾ. അതായത് ഇവിടെ ട്രയാങ്കിളിന്റെ ഏരിയ ഹാഫ് BH, ഇവിടെ BH, അത്ര ഉള്ളു വ്യത്യാസം. എച്ച് കാണുന്നതൊക്കെ പഴയ പോലെ തന്നെ. അപ്പൊ ഏരിയ എന്ന് പറഞ്ഞാൽ 5 × 5 × sin 80. അപ്പൊ ഈ രണ്ട് സൈഡിന്റെ പ്രോഡക്റ്റ് ഇൻറ്റു സൈൻ ഓഫ് ദി ഇൻക്ലൂഡഡ് ആംഗിൾ. അതായത് മോർ ദാൻ 90 ആണെങ്കിൽ 180 കുറച്ച് ആംഗിൾ അത്ര ആലോചിച്ചാലും മതി. ഡയറക്റ്റ് നമുക്ക് ആൻസർ ഇട്ട് വരാം. sin 80യുടെ വാല്യൂ 0.9848. therefore ഏരിയ ഈസ് ഈക്വൽ ടു 24.62 cm². ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.